റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പബ്ലിക്കിനും അതിന് മുമ്പത്തെ പബ്ലിക്കിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സിന് എന്താണ് ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാക്രോ എക്കണോമിക്സ് ഈസ് ആൾസോ നോൺ ആസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് ഓർ ഇൻകം തിയറി. എന്നാൽ മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് പ്രൈസ് തിയറി എന്നുള്ള പേരിലാണ് അല്ലേ. അപ്പം എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. മാക്രോ എക്കണോമിക്സ് ചിലപ്പം കുറച്ച് എക്സാമ്പിൾ തരും, എന്നിട്ട് ആ മൈക്രോ ഏതാണ് മാക്രോ ഏതാണെന്ന് തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. മാക്രോ എക്കണോമിക്സ് ഈസ് ആൾസോ നൗൺ ആസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് അല്ലേ. സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് പഠിക്കുകയാണ്. ഓർ ഇൻകം തിയറി, ഇത് മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് എന്തിലാണ്, ഇൻകം തിയറി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻ അതാണ്, നല്ലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, ഇൻകം തിയറിയാണ്. എന്നാൽ മൈക്രോ എക്കണോമിക്സോ പ്രൈസ് തിയറി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കാറുണ്ട്. ദ വേർഡ് മാക്രോ എക്കണോമിക്സ് വേർ കോയിനഡ് ബൈ റാഗ്നർ ഫിഷ് അല്ലെ. റാഗ്നർ ഫിഷ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള പേര് കൊടുത്തത്. മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് നാഷണൽ ഇൻകം. മാക്രോ എക്കണോമിക്സ് ഓടുന്ന രൂപം കൊണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏത് വീട് നിന്നാണെന്ന് അല്ലേ. മാക്രോ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. മാക്രോ എക്കണോമിക്സ് ഡീൽ വിത്ത് നാഷണൽ ഇൻകം. മാക്രോ എക്കണോമിക്സ് ഇതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെക്കുറിച്ച്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡിനെ കുറിച്ച്. അഗ്രിഗേറ്റ് സപ്ലൈ, മൊത്തം സപ്ലൈയെ കുറിച്ച്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എക്സെട്ര അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പഠിക്കും. എക്സ്പോർട്ടിനെ കുറിച്ചും ഇമ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇവിടെ പഠിക്കും. മാക്രോ എക്കണോമിക്സിലാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. എന്നാൽ മൈക്രോ എക്കണോമിക്സിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇവിടെ മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എമർജൻസ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് കൂടുതൽ പ്രചാരം നേടിയത് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദി എക്കണോമിക്സ്. ജെഎം കെയ്ൻസിൻ്റെ സമയത്താണ് അല്ലെ. ജെഎം കെയ്ൻസ് എന്ന എക്കണോമിസ്റ്റ് മാക്രോ എക്കണോമിക്സിന് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് ജെഎം കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനോട് കൂടിയാണ്. ആൻഡ് ഈസ് ഫേമസ് ബുക്ക് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം 1936 പബ്ലിഷ് ചെയ്തതോടു കൂടിയാണ് മാക്രോ എക്കണോമിക്സിന് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത്. ആ സമയം വരെ എന്താണ് ക്ലാസിക്കലിൻ്റെ ആശയങ്ങളായിരുന്നു ലോകം എന്താണ് കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കലി പറഞ്ഞത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ്. മാർക്കറ്റിൽ എന്ത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും, മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആരും പറഞ്ഞു, ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞിരുന്നു. എന്നാൽ 1929 എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്തി നേരിട്ടോടുകൂടി പല രാജ്യങ്ങൾക്കും മനസ്സിലായി ക്ലാസിക്കലിൻ്റെ ആശയങ്ങൾ തെറ്റാണെന്ന്. എന്നാൽ ആ സമയത്താണ് മോഡേൺ എക്കണോമിസ്റ്റായ കെയ്ൻസ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ 1936 പ്രചരിച്ചു. Even though the macro approach of looking at and analyzing the economy as a whole existed before Keynes അല്ലേ. കെയ്ൻസിന് മുമ്പ് തന്നെ എല്ലാവരും എന്താണ് എക്കണോമിനെ കുറിച്ച് മാക്രോ എക്കണോമിക്സിനെ കൂടുതലായിട്ട് എന്താണ് പഠിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് കെയ്ൻസ് ഫോർ റെവല്യൂഷൻ മാക്രോ എക്കണോമിക്സ്. എന്നാൽ കെയ്ൻസിനോട് കൂടിയാണ് ഇത് കൂടുതൽ പ്രചാരം നേടിയത് അല്ലേ. കെയ്ൻസ് വന്നതിന് ശേഷമാണ് ഇത് ഒന്നും കൂടിയും ഡെവലപ്പ് ആയിട്ടുള്ളത് അല്ലേ. ഒരു ചെറിയ നോട്ട് ചെയ്താണെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ചുരുക്കി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മാക്രോ എക്കണോമിക്സിന് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആര് വന്നതിന് ശേഷമാണ്, കെയ്ൻസ് വന്നതിന് ശേഷമാണ് അല്ലെ. കെയ്ൻസിൻ്റെ ആശയങ്ങളാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതലും എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ലോകം മൊത്തം എന്താണ് വിശ്വസിക്കുന്നത്. അതിന് മുന്നേ ക്ലാസിക്കലിൻ്റെ ആശയങ്ങളായിരുന്നു. ക്ലാസിക്കൽ എന്താണ് പറഞ്ഞത്, ഒരിക്കലും ഗവൺമെൻറ് ഒരിക്കലും മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല എന്ന്. എന്നാൽ കെയ്ൻസ് പറഞ്ഞ എന്താണ് ആവശ്യത്തിനനുസരിച്ച് ഗവൺമെൻറ് ഇടപെടണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എന്താണ് മാർക്കറ്റ് മുന്നോട്ട് പോകുള്ളൂ, രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലെക്സിബിൾ അല്ലേ, സ്ഥിര വിനിമയ നിരക്കിനെ കുറിച്ചും അയവുള്ള വിനിമയ നിരക്കിനെ കുറിച്ചും ഒരു എന്താണ് ഷോർട്ട് നോട്ട് ചെയ്താൽ മതി. കുറച്ചൊന്ന് ചുരുക്കി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലേ. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ദ മാർക്കറ്റ് വേർ ഫോറിൻ കറൻസീസ് ആർ ട്രേഡഡ് ഇൻ ഈസ് കാൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് അത് വിനിമയം ചെയ്യാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുക, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ദർ ആർ 3 ടൈപ്സ്. എന്നാൽ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ 2 പറഞ്ഞിട്ടുള്ളത്. അത് ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. മൂന്നാമത്തെ ഒന്നുണ്ട് മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്.
അപ്പോൾ കൂടുതൽ രാജ്യങ്ങളും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫസ്റ്റത്തെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് സപ്ലൈയും അല്ലേ, മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ ആണ് എന്ത് തീരുമാനിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ദ സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് ഇന്റർഫിയർ ഇൻ ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. എന്നാൽ ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതിൽ ആരും ഇടപെടുന്നില്ല, റിസർവ് ബാങ്ക് ഒരിക്കലും ഇടപെടുന്നില്ല. അവിടെ നിന്നാണ് ഡിമാൻഡും സപ്ലൈ, മാർക്കറ്റിൽ ഡിമാൻഡ് സപ്ലൈ ആണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുക. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അവിടെ ഡിമാൻഡും അല്ലെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും അനുസരിച്ചൊക്കെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അത് കൂടാനും കുറയാനൊക്കെ കാരണം ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരിക്കലും റിസർവ് ബാങ്ക് ഇടപെടുന്നില്ല. നോട്ട് ഇന്റർഫിയർ റിസർവ് ബാങ്ക് അല്ലേ, റിസർവ് ബാങ്ക് ഡസ് നോട്ട് ഇന്റർഫിയർ, ഒരിക്കലും റിസർവ് ബാങ്ക് അവിടെ ഇടപെടുന്നില്ല. എന്നാൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് കാൾഡ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഫ്ലെക്സിബിൾ എന്താണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അറിയപ്പെടുന്നത് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ്. അണ്ടർ ദ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്കോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റോ ഒരു ഇത് തീരുമാനിക്കും, ഒരു ഫിക്സ് ചെയ്യാണ് അല്ലെ എക്സ്ചേഞ്ച് റേറ്റ് ഇത്ര ആയിരിക്കണം എന്ന്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ബട്ട് പെഗ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ ലെവൽ ആൻഡ് ദിസ് മേ ബി ചേഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് മാറണമെന്നൊക്കെ. അതായത് ഗവൺമെന്റ് തീരുമാനിക്കും, ഒരു ഫിക്സഡ് ആയിട്ട് ഒരു നിശ്ചിത എന്താണ് എമൗണ്ട് ആയിട്ട് തീരുമാനിക്കും അല്ലെ. ഒരു കറൻസിന്റെ ഇത്ര വാല്യൂ ഇത്ര ഉണ്ടാവാൻ പാടുള്ളൂ. അവിടെ ആർക്ക് മാത്രമേ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ? ഗവൺമെന്റിന് മാത്രമേ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു ഫിക്സഡ് ആയിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ മൂന്നാമത്തേതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇവിടെ എന്താണ്? ഇവിടെ ആർക്ക് തീരുമാനിക്കാം? ഇവിടെ റിസർവ് ബാങ്കും അതുപോലെ മാർക്കറ്റും കൂടി തീരുമാനിക്കുകയാണ്. അതായത് രണ്ടിൻ്റെയും മെറിറ്റ് അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് ഗുണങ്ങൾ മാത്രം ഉൾക്കൊണ്ട് കൊണ്ടിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അല്ല ഡിമാൻഡ് സപ്ലൈയും അതിങ്ങനെ തീരുമാനിക്കും. അതായത് ഫ്ലെക്സിബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്, രണ്ടും കൂടിയാണ്. ഡിമാൻഡ് സപ്ലൈ ആണ് തീരുമാനിക്കുന്നത് കൂടണോ കുറയണ്ടെന്നൊക്കെ. പക്ഷേ ഗവൺമെന്റ് ഒരു നിശ്ചിത പരിധി നിശ്ചയിക്കും. അതിന് മുകളിലേക്ക് പോകാനും പാടില്ല, അതിൻ്റെ താഴത്തേക്ക് കുറയാനും പാടില്ല. ഒരു നിശ്ചിത പരിധി നിശ്ചയിക്കും അല്ലേ. ഒരു ഡോളറിന് ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് 80 ആയിട്ടും ഏറ്റവും കൂടിയത് 90 ആയിട്ടും അല്ലേ, 80ഉം 90ആയിട്ടും നിശ്ചയിക്കുന്നത്. എന്നാൽ ഡിമാൻഡ് സപ്ലൈ അതിനുള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഗവൺമെന്റ് ഒരു നിശ്ചിത റേറ്റ് തീരുമാനിച്ചത് കൊണ്ട് അതിനുള്ളിൽ നിന്ന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയുള്ളൂ. എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത്. ചിലപ്പം 5 മാർക്കിനെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ചിത്രം കൂടി ഗ്രാഫും കൂടി വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇവിടെ ഗ്രാഫൊന്നും തന്നിട്ടില്ല. അപ്പം ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏതാണുള്ളത്? ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റമാണ് കൂടുതലായിട്ടുള്ളത്. ഫ്ലെക്സിബിൾ മാത്രമല്ല മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ലോകരാജ്യങ്ങളിൽ പ്രധാനമായിട്ടും കാണുന്നത്. ലിസ്റ്റ് എനി 2 motives ഫോർ വിച്ച് പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി ബാലൻസ്. എക്സാമിന് ഇതുപോലെ 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. എന്താണ് മോട്ടീവ് ഫോർ വിച്ച് പീപ്പിൾ ഡിസൈഡ് ഹോൾഡ് മണി ബാലൻസ്? അതായത് ജനങ്ങൾ കയ്യിൽ പണം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതിന് പ്രധാനമായിട്ട് 2 മോട്ടീവ്സ്, 2 താല്പര്യം ഇതാണ് പറഞ്ഞത്. ഇത് മുമ്പൊക്കെ നമ്മൾ 3 മോട്ടീവ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 മാത്രമേ നിങ്ങൾ പുസ്തകങ്ങളിലുള്ളൂ. അപ്പോൾ 2 മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 3 മാർക്കിന് 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ 2 മാർക്കിന് ഇതിൽ പേര് മാത്രം ചോദിക്കാറുണ്ട്. അപ്പം അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പഠിക്കുന്ന 2 ഉണ്ട്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, 2 സ്പെക്കുലേറ്റീവ് മോട്ടീവ്, മൂന്നാമത്തേതാണ് പ്രിക്കോഷണറി മോട്ടീവ്. ഒന്നാമത്തെ ട്രാൻസാക്ഷണൽ മോട്ടീവ്. പീപ്പിൾ ഹാവ് ടു ഹോൾഡ് മണി ടു ഫുൾഫിൽ ദിയർ നീഡ്സ്. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കയ്യിൽ പണം വയ്ക്കുകയാണ്. ദേ ഹോൾഡ് മണി ഇൻ ദിസ് വേ വിത്ത് ദ എയിം ഓഫ് മീറ്റിംഗ് ദിയർ ഡെയിലി ട്രാൻസാക്ഷൻ. ദിവസേനയുള്ള ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി. കീപ്പിംഗ് മണി വിത്ത് ദം ടു മീറ്റ് ദിയർ ഡെയിലി എക്സ്പെൻസസ് ഈസ് കാൾഡ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ദിവസേനയുള്ള ചെലവുകൾക്ക് അല്ലെങ്കിൽ ട്രാൻസാക്ഷന് വേണ്ടി ജനങ്ങൾ കയ്യിൽ പണം സൂക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പീപ്പിൾ കീപ്പിംഗ് ക്യാഷ് ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡെയിലി. ജനങ്ങൾ ദിവസേന സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി അല്ലെ, സാധനങ്ങൾ ബൈ ആൻഡ്
കീപ്പിംഗ് ക്യാഷ് ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, സാധനങ്ങളും സേവനങ്ങൾക്കും വേണ്ടി ഡെയിലി കയ്യിൽ പണം സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ആഗ്രഹത്തെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ദിവസേനയുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടി പീപ്പിൾ ഹാവ് ടു ഹോൾഡ് മണി ടു ഫുൾഫിൽ ദിയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ, ദിവസേന ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അല്ലെ, ദിവസേന ഇടപാട് നടത്താൻ വേണ്ടി ജനങ്ങൾ കയ്യിൽ പണം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യാത്രകൾക്ക് വേണ്ടി നമ്മൾ കയ്യിൽ പണം വെക്കാറുണ്ട്, എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഓരോ ദിവസവും നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എപ്പോഴും കയ്യിൽ പണം വെക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ദിവസേനയുള്ള ഇടപാടുകൾക്ക് വേണ്ടി അല്ലേ, അതായത് സേവനങ്ങൾക്ക് സർവീസിന് വേണ്ടിയാവാം, അതുപോലെ ഗുഡ്സ് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയാവാം, യാത്രകൾക്ക് വേണ്ടിയും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയും അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ കയ്യിൽ പണം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. ഇതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് പീപ്പിൾ hold a portion of the income to purchase asset when their prices are low and sell them when their prices rise in order to gain profit. It is called speculation. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം ചെയ്യാൻ വേണ്ടി ചില വസ്തുക്കളുടെ പ്രൈസ് കുറയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവ വാങ്ങുകയും അവ വർദ്ധിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവയുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സെല് ചെയ്യാൻ വേണ്ടി, അത് വിൽക്കാനും ജനങ്ങൾ ആഗ്രഹിക്കും. അപ്പം ഈ സാധനങ്ങൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കയ്യിൽ എപ്പോഴും പണം സൂക്ഷിക്കാറുണ്ട്. ഇതിനെ നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം. ഇപ്പോൾ കൂടുതലും നമ്മൾ മാർക്കിൽ സ്വർണത്തിൻ്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും കണ്ടിട്ടുണ്ടായിരിക്കും. സ്വർണത്തിൻ്റെ വാല്യൂ നല്ല കൂടിയിരിക്കുന്ന സമയത്താണ് അല്ലേ. ചില കറൻസികളുടെ വാല്യൂ കൂടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാൻ വേണ്ടി എപ്പോഴും അത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും. അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വാല്യൂ കൂടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്തികൾ അല്ലേ, അതിന് കുറച്ചത് ഷെയറുകളൊക്കെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും. ഇതിനൊക്കെ വേണ്ടി എപ്പോഴും ഇങ്ങനത്തെ രീതിയിലുള്ള ബിസിനസ് നടത്താൻ വേണ്ടി പണം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണത്. അതായത് ചില വസ്തുക്കളുടെ വാല്യൂ കൂടുമെന്ന് കരുതി അത് വാങ്ങാൻ വേണ്ടിയും വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടിയും ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറാണ്. അപ്പം ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി കയ്യിൽ എപ്പോഴും പണം സൂക്ഷിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രിക്കഷണറി മോട്ടീവ്, മുൻകരുതൽ പ്രേരകം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, ഇനിയിപ്പോൾ 3 പോയിന്റുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ഈ പോയിന്റ് എഴുതി വെച്ചാൽ മതി 2 മാർക്കിനൊക്കെ. പ്രിക്കഷണറി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുട്ടികളുള്ളവരിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനുള്ള സംഭവങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എപ്പോഴും കയ്യിൽ പണം വെക്കാറുണ്ട്. ഇതിനെ നമ്മൾ എന്താ പറയുക, പ്രിക്കഷണറി മോട്ടീവ് എന്ന് പറയുന്നത്, അഥവാ മുൻകരുതൽ പ്രേരകം എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. ലിസ്റ്റ് ദി ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. 4 മാർക്കിന് 5 മാർക്കിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള ചോദ്യമാണിത്. ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ. ബാർട്ടർ സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് CC എക്കോണമി, അതായത് കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായമാണ് നമ്മൾ CC സമ്പ്രദായം അഥവാ ബാർട്ടർ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്, CMC ആണ് അല്ലെ, കമ്മോഡിറ്റി മണി ടു കമ്മോഡിറ്റി. സാധനങ്ങൾ പണമാക്കി മാറ്റുകയും പണം വീണ്ടും കമ്മോഡിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് കാലം നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു. അന്നത്തെ കാലത്ത് പണം അല്ലെങ്കിൽ മണി എന്നുള്ള സംഭവം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അത് തകരാനുണ്ടായ കുറച്ച് കാരണങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം 2 മാർക്കിനെ കാണുന്ന രീതിയിൽ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. 4-5 മാർക്കിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് ഡബിൾ കോൺസിഡറൻസ് ഓഫ് വാണ്ട്. 2 ആളുടെ താല്പര്യം കൊണ്ടും ഒന്നിച്ചു വരിക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക എന്നൊക്കെ പറയാറുണ്ട്. ബാർട്ടർ സിസ്റ്റം വർക്ക് സ്മൂത്ത്ലി ഓൺലി ഇഫ് ദി വാണ്ട്സ് ഓഫ് ദി ബയർ ആൻഡ് ദി സെല്ലർ കോയിൻസൈഡ് അല്ലെ, ഇവർ 2 ആളുകളുടെയും താല്പര്യം ഒന്നിച്ചു വരണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു സെൽ ക്ലോത്ത് ടു ബൈ റൈസ്, ഒരു വ്യക്തി വസ്ത്രം വിൽക്കുകയും റൈസ് അരി വാങ്ങാനും നിൽക്കുകയാണ്. ഹി ഹാസ് ടു ഫൈൻഡ് എ പേഴ്സൺ ഹു വാണ്ട്സ് സെൽ റൈസ് ആൻഡ് ബൈ ക്ലോത്ത്. എന്നാൽ അദ്ദേഹം മറ്റൊരാളെ കണ്ടെത്തണം. അതായത് ഇയാൾക്ക് വാങ്ങാനുള്ളത് റൈസാണ്, ഡ്രസ്സ് വിൽക്കും വേണം. എന്നാൽ അപ്പുറത്ത് ഡ്രസ്സ് വിൽക്കുകയും ക്ലോത്ത് വാങ്ങാനും താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തണം. ബട്ട് ഇഫ് വൺ വാണ്ട്സ് ടു സെൽ റൈസ് ആൻഡ് ബൈ വെജിറ്റബിൾസ്, എന്നാൽ ഇയാൾക്ക് അരിയാണ് വിൽക്കാൻ താല്പര്യവും പച്ചക്കറിയാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറാണ്. ദി ട്രാൻസാക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ദി ഡിഫിക്കൽറ്റി ഓഫ് ഡബിൾ കോൺസിഡറൻസ് ഓഫ് വാണ്ട്സ്. അപ്പം ഇതൊരു പ്രശ്നമായി മാറാണ്. അപ്പോൾ 2 ആളുകളുടെയും താല്പര്യം പൊരുത്തപ്പെടില്ല. ആബ്സെൻസ് ഓഫ് ഡബിൾ കോൺസിഡറൻസ് ഓഫ് വാണ്ട്സ്. ഇനി രണ്ടാമത്തത്
ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അന്നത്തെ കാലത്ത് ഒരു മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അളക്കാനുള്ള ഒരു ഉപാധി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമുക്ക് ഈ കാലത്ത് ഒരു പുസ്തകം അല്ലെങ്കിൽ അങ്ങനെ ബുക്കോ പെന്ന് ഡ്രസ്സ് അല്ലെ വെഹിക്കിൾസ് എന്തുവാണെങ്കിലും നമുക്ക് എന്താണ് നമുക്ക് അത് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വാല്യൂ ഇത്രയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് കറക്റ്റ് ഒരു മെഷർ ചെയ്യാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് ഒരു കൗ അല്ലെങ്കിൽ ഒരു ഗോട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കോഴി ഇവിടെയൊക്കെ റേറ്റിൽ എന്താണ് ഇന്നത്തെ കാലത്ത് വ്യത്യാസമുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് എന്താണ് ഒരിക്കലും ഇതിനെന്തൊന്നും മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ല. അണ്ടർ ദി ബാർട്ടർ സിസ്റ്റം ദർ ഇസ് നോ കോമൺ മെഷർ ഓഫ് വാല്യൂ. പൊതുവായിട്ടുള്ളത് അളക്കാൻ വേണ്ടി സാധിക്കില്ല. ഡിഫറെന്റ് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച് ഓൺ ഡിഫറെന്റ് മെഷർ ഓഫ് വാല്യൂ. അല്ലെ അന്നത്തെ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾക്ക് വ്യത്യസ്ത വാല്യൂ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. മൂന്നാമത് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അണ്ടർ ദി ബാർട്ടർ സിസ്റ്റം എ പേഴ്സൺസ് വെൽത്ത് ഈ സ്റ്റോർഡ് ഓൺലി ഇൻ ദ ഫോം ഓഫ് കമ്മോഡിറ്റീസ്. അല്ലെ അന്നത്തെ കാലത്ത് ഏതൊരാളുടെയും സ്വത്തുക്കൾ എന്താണ് സ്റ്റോക്ക് ചെയ്തിരുന്നത് ഗുഡ്സിലായിരുന്നു, സാധനങ്ങളിലായിരുന്നു. മോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റീസ് ആർ നോട്ട് ഡ്യൂറബിൾ അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ. കൂടുതൽ വസ്തുക്കളും ഈടില്ലാത്തതാണ്. അത് ഈ പച്ചക്കറി നമുക്ക് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല, അത് കേടുന്ന് പോകും. അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ പൈസക്കാരനാണ് അല്ലെങ്കിൽ സമ്പത്തുള്ള ആളാണെങ്കിലും ഇത് കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ മാത്രമേ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദേ കനോട്ട് സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം. മോറോവർ ദേ റിക്വയർ എ ലോട്ട് ഓഫ് സ്റ്റോറിങ് സ്പേസ്. ഇനി അതന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചില വസ്തുക്കൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ടി വരും. ഇറ്റ് ഈസ് ദ അണ്ടർ ഡ്രോപ്പ് ബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഇത് ബാർട്ടർ സിസ്റ്റത്തിന് മറ്റൊരു പോരായ്മയാണ്. നാലാമത്തെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. അതായത് അന്നത്തെ കാലത്ത് നമ്മൾ കടം വാങ്ങുക അല്ലെങ്കിൽ കടം കൊടുക്കുക ഇതിനൊന്നും കറക്റ്റ് ഒരു വാല്യൂ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഓഫ് ബേസിംഗ് ഫോർ ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അല്ലെ അത് കടം കൊടുക്കുന്നതും അല്ലെങ്കിൽ വാങ്ങുന്നതിനൊന്നും കറക്റ്റ് ഇത് രേഖപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് നല്ല പലിശ ഈടാക്കിക്കൊണ്ട് അത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇഫ് എ കൗ ഈസ് ബോറോഡ്, അല്ലെ ഒരു പശുവിനെ വാങ്ങി, ഇറ്റ് ഇസ് വാല്യൂ ചേഞ്ചസ് അറ്റ് ദ ടൈം ഈസ് റിട്ടേൺ ടു ദ ലെൻഡർ. എന്നാൽ ഇതിന്റെ വാല്യൂ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. ദ വാല്യൂ മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഇതിന്റെ വാല്യൂ കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. അല്ലെ കൂടുതലും പൊതുവെ നമുക്ക് എന്താണ് കൂടാനാണ് സാധ്യത. കാരണം ഒരാൾ ഒരു പശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞ് തിരിച്ചു വാങ്ങുമെന്നാണ് അതേ പശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂല് മാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. അഞ്ചാമത് പ്രോബ്ലം ഓഫ് ഇൻഡിവിസിബിലിറ്റി. അതായത് ചില വസ്തുക്കളെ നമുക്ക് ഒരിക്കലും വിഭജിക്കാൻ സാധിക്കില്ല. അല്ലെ ജീവനുള്ളതിനെ നമുക്ക് ഒരിക്കലും വിഭജിക്കാൻ സാധിക്കില്ല. ഒരാൾ ചെന്നിട്ട് ഒരു ചാക്ക് നെല്ലും കൊണ്ട് ചില്ലാണ്. ഇപ്പോൾ ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എന്താണ് ഈ നെല്ലിന് പകരം എന്താണ് അല്ലെങ്കിൽ എന്താണ് ചില ആൾ പറയാണ് ഞാൻ ഒരു പകുതി നെല്ല് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ഒരിക്കലും പശുവിനെയോ അല്ലെങ്കിൽ എന്താണ് ആടിനെയോ നമുക്ക് ഒരിക്കലും വിഭജിക്കാൻ സാധിക്കില്ല. സം ഗുഡ്സ് കനോട്ട് ബി ഡിവൈഡഡ്. ഫോർ എക്സാമ്പിൾ ഇഫ് ദി എക്സ്ചേഞ്ച് ഫോർ എ കൗ വിത്ത് എ ബാഗ് ഓഫ് പാഡി ആൻഡ് ഇഫ് ഓൺലി ഹാഫ് ബാഗ് ഓഫ് പാഡി ഈസ് നീഡഡ് ദ കൗ കനോട്ട് ബി ഡിവൈഡഡ്. അല്ലെ നമുക്കൊരു അരച്ചാക്കാണ് ആവശ്യമെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് എന്താണ് അപ്പുറത്ത് ആ കൗവിനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. എക്സാം 2 മാർക്കാണെങ്കിൽ 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. എന്നാൽ 4-5 മാർക്കിനെ ചോദിക്കുകയാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സെൻട്രൽ പ്ലാൻഡ് എക്കോണമി ആൻഡ് മാർക്കറ്റ് എക്കോണമി. ചിലപ്പോൾ മിക്സ്ഡ് എക്കോണമിയും ചോദിക്കാറുണ്ട്. അല്ലെ ഇവ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി 3 മാർക്ക് 4 മാർക്ക് ചോദിക്കും, ചിലപ്പം 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെൻട്രൽ പ്ലാൻഡ് എക്കോണമി ആൻഡ് മാർക്കറ്റ് എക്കോണമി. സെൻട്രൽ പ്ലാൻഡ് എക്കോണമീസ് ഓർ സോഷ്യലിസ്റ്റ് എക്കോണമീസ്. ദ പ്ലാനിംഗ് അതോറിറ്റി ഓർ ദി ഗവൺമെന്റ് ഡിസൈഡ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ലൈക്ക് സെൻട്രൽ പ്രോബ്ലംസ്. അതായത് സെൻട്രൽ പ്ലാൻഡ് എക്കോണമിയിൽ സെൻട്രൽ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത് ഗവൺമെന്റ് ആണ്. അല്ലെ അവിടെ പ്ലാനിങ്ങിലൂടെയാണ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണുന്നത്. ഇൻ ദീസ് എക്കോണമീസ് മോസ്റ്റ് ഓഫ് ദി റിസോഴ്സസ് ആർ ഇൻ ദ പബ്ലിക് സെക്ടർ. കൂടുതലും പബ്ലിക് സെക്ടറിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലാണ് ഇത് കാണപ്പെടുന്നത്. ദി ഗവൺമെന്റ് എൻഷുവേഴ്സ് ദ വെൽഫെയർ ഓഫ് ദി കോമൺ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് എന്താണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അതായത് സെൻട്രൽ പ്ലാൻഡ് എക്കോണമി നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ള പേരിൽ. ഇവിടെ ഈ ഒരു എന്താണ് സമ്പദ് വ്യവസ്ഥ, ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ഗവൺമെന്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക. അല്ലെ ഒരു രാജ്യത്ത് എന്ത് ഉൽപ്പാദിക്കും, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നിങ്ങനെ സെൻട്രൽ പ്രോബ്ലംസിനൊക്കെ പരിഹാരം കാണുന്നത് ഗവൺമെന്റ് ആണ്. ഫുള്ള് നല്ല പ്ലാനിങ്ങിലൂടെയും മറ്റാണ് എല്ലാത്തിനും പരിഹാരം കാണുന്നത് ആര്, ഗവൺമെന്റ്.
ഈ എക്കോണമി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമി. ഇവിടെ ഗവൺമെൻറ് മാത്രമേ പ്രാധാന്യമുള്ളൂ, പ്രൈവറ്റിന് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് യാതൊരുവിധ പ്രാധാന്യമില്ല, മാർക്കറ്റിന് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് ഏതൊരു പദ്ധതി എന്ത് കൊണ്ടുവരികയാണെങ്കിൽ നല്ല പ്ലാനിങ്ങിലൂടെയാണ് കൊണ്ടുവരിക. ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പം ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കും, വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും അല്ലേ, സെൻട്രൽ പ്ലാനഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എഴുതാം? ചൈനയെ എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ദ മാർക്കറ്റ് മെക്കാനിസം ഓർ പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനത്തിലൂടെയാണ് എല്ലാത്തിനും പരിഹാരം കാണുക. ഡിസൈഡ് ആൻഡ് സോൾവ് ദി സെൻട്രൽ പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയോ അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിലൂടെയാണ്. ദ മാർക്കറ്റ് ടേക്സ് ഡിസിഷൻ ഓൺ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ദിയർ എഫിഷ്യൻസി. അതായത് മാർക്കറ്റ് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കും അല്ലേ, അവരുടെ വിഭവങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ദിയർ എഫിഷ്യൻസി, അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അവിടെ മാർക്കറ്റ് പ്രധാനമായിട്ടും എന്താണ്, അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക അല്ലെ, അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് മാർക്കറ്റ് പ്രവർത്തിക്കുക. ഇവിടെ ആർക്ക് പ്രാധാന്യമില്ല? ഗവൺമെൻറ്റിന് യാതൊരുവിധ പ്രാധാന്യമില്ല. ഗവൺമെൻറ് ഡസ് നോട്ട് ഇൻ്റർഫിയർ ഇൻ മാർക്കറ്റ്, ഒരിക്കലും ഗവൺമെൻറ് മാർക്കറ്റ് ഇടപെടില്ല. അപ്പം അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരോ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളമാണ് അല്ലേ. ഡിമാൻഡ് സപ്ലൈ ആണ് പ്രധാനമായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അവിടെ മെയിനായിട്ട് പ്രോഫിറ്റിന് വേണ്ടിയാണ് അല്ലേ. ഏതൊരു സംഭവം കൊണ്ടുവരുമ്പോഴും അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും. ഇവർ കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സിസ്റ്റത്തെയാണ്, ഇങ്ങനെയുള്ള എക്കോണമിയാണ് മാർക്കറ്റ് എക്കോണമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഗവൺമെൻറ്റിന് യാതൊരുവിധ പ്രാധാന്യമില്ല. അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആണ്. മൂന്നാമത്താണ് മിക്സ്ഡ് എക്കോണമി. മോസ്റ്റ് ഓഫ് ദ എക്കോണമീസ് ഇൻ ദി വേൾഡ് ആർ മിക്സ്ഡ് എക്കോണമിക്സ്. ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കനെ ഇതാവുന്നതാണ് അല്ലേ. അവിടെ ഗവൺമെൻറ്റിനല്ല പ്രാധാന്യമുള്ളത്, അവിടെ മാർക്കറ്റിനാണ് പ്രാധാന്യമുള്ളത്. അപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മോസ്റ്റ് ഓഫ് ദി എക്കോണമീസ് ഇൻ ദ വേൾഡ് ആർ മിക്സ്ഡ് എക്കോണമീസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും മിക്സ്ഡ് എക്കോണമീസ് ആണ് കാണപ്പെടുന്നത്. അണ്ടർ മിക്സ്ഡ് എക്കോണമി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ വർക്ക് ടുഗദർ. കമ്പോളവും അതുപോലെ ഗവൺമെൻറ്റും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഇൻ എ മിക്സ്ഡ് എക്കോണമി ആൾ ദി സെൻട്രൽ പ്രോബ്ലംസ് സോൾവ്ഡ് ബൈ ബോത്ത് പ്ലാനിംഗ് അതോറിറ്റി ആൻഡ് പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെയും അതുപോലെ നല്ല പ്ലാനിങ്ങിലൂടെയാണ് സെൻട്രൽ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്ന ആരൊക്കെയാണ്? അവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആരും കൂടി ചേർന്നതാണ്, ഗവൺമെൻറ്റിനുണ്ട് പ്രൈവറ്റ് സെക്ടറും കൂടി ചേർന്നതാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അപ്പം ഗവൺമെൻറ് കാര്യങ്ങൾക്ക് പ്ലാനിങ്ങും ചെയ്യും, അത് പബ്ലിക് എന്താണ് മാർക്കറ്റ് അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. ഇവിടെ ഗവൺമെൻറ്റിനും പ്രാധാന്യമുണ്ട് അല്ലേ. അതായത് സമ്പദ് വ്യവസ്ഥയിലെ ഒരുവിധ സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റ് സെക്ടർ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ കൂടുതലും ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമായിരിക്കും. ഗവൺമെൻറ്റാണ് ഒരു ഇതൊക്കെ ഇവിടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇങ്ങനെ എക്കോണമിക്കാണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറയാം. അപ്പം എക്സാമിൽ ചോദിക്കുമ്പോൾ മിക്സ്ഡ് എക്കോണമി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ ഇതാവുന്ന നമുക്ക് ഇന്ത്യയെ ഇതാണ്. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സ്ഡ് എക്കോണമിയാണ്.